ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയത്, അതും വാങ്ങാനാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ചെടികളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എല്ലാ വീടിൻ്റെയും മുറ്റം നമുക്ക് ഈ ചെടികൾ വെച്ച് നല്ല രീതിയിലും അലങ്കരിക്കാൻ പറ്റും. അപ്പം ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ വളർത്താൻ വളരെ ഈസി ആയിട്ട് എന്നും പൂ പിടിക്കുന്ന ചെടിയാണ് പത്തുമണി. പത്തുമണി എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ കമ്പ് ഒടിച്ചൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും അത് ബുഷിയായിട്ട് വളർന്നു വരും. അതൊരു ടിപ്പാണ്. അത് പൂത്ത് കഴിയുമ്പോൾ ആ കമ്പ് ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു തൈയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാട്ടോ. പിന്നെ ഏത് നഴ്സറികളിലും ഒരു തണ്ടിന് 4-5 രൂപയൊക്കെ ഉള്ളൂ മിക്ക നഴ്സറികളിലും ഇതിൻ്റെ തണ്ടായിട്ട് വാങ്ങുന്ന കമ്പുകൾക്ക്. അങ്ങനെ നമുക്ക് തെങ്ങിൻ്റെ ചുറ്റിലും അല്ലെങ്കിൽ തന്നെ ചട്ടിയിലും ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പത്തുമണി ചെടി. പത്തുമണി ചെടിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു കമ്പ് ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു വളമെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തളിച്ചു കൊടുത്താൽ മതി. NPK വളങ്ങൾ ഒത്തിരി നല്ലതാണ്. അത് വെള്ളത്തിൽ നല്ല പോലെ ചെറിയൊരു ടീസ്പൂൺ NPK എടുത്ത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ ഒരു ചെറിയ ടീസ്പൂൺ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ 10 മണി നിറയെ പൂത്ത് കിട്ടും. പിന്നെ വളരെ ഈസി ആയിട്ടും അതേപോലെ ഒത്തിരി ഇങ്ങനെ ബുഷിയായിട്ട് ചെടികൾ, ചിലർക്ക് ചെടികളൊന്നും അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമല്ല. നല്ല ബുഷിയായിട്ട് ഒരു ഏരിയ കവർ ചെയ്ത് നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ സിങ്കോണിയം. സിങ്കോണിയത്തിൻ്റെ പല കളറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കാണുന്ന പച്ച, അതേപോലെ പിങ്ക്, ഇത് സിങ്കോണിയത്തിൻ്റെ പിങ്കാണ്. അതേപോലെ ഈ സിങ്കോണിയം നല്ല രസമാണ്. അതിൻ്റെ ഈ ഇലകളുടെ ഒരു ഭംഗി ഒത്തിരി നല്ലതാണ് കേട്ടോ. എപ്പം നമ്മൾ സിങ്കോണിയം വെച്ചാലും ഒരിക്കലും നമ്മൾ 1-2 തൈയായിട്ട് വെക്കുമ്പോൾ ഒരു 2-3 തൈയായിട്ട് പുഷിയായിട്ട് വെക്കുക. അപ്പോൾ ഒരു ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. അതേപോലെ തന്നെ നിങ്ങൾക്കിത് നമ്മുടെ ഈ മോസ്റ്റിക്കിൽ വളർത്തിയെടുക്കുവാണെങ്കിലും സിങ്കോണിയം കാണാൻ നല്ല. അതേപോലെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിലും സിങ്കോണിയം വളർത്താൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു ലോ മെയിൻ്റനൻസ് ആയിട്ട് എപ്പോഴും പൂവുള്ളതാണ് നമ്മുടെ ആന്തൂറിയവും വളരെ നല്ല ഒരു ചെടിയാണ്. ഈ ബിഗിനേഴ്സിന് പോലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയാണ് ആന്തൂറിയം. അടുത്തത് കോളിയസ് ആണേ. പിന്നെ കോളിയസിൻ്റെ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് കോളിയസിൻ്റെ. ഇപ്പം ഞാൻ എൻ്റെ പല വീഡിയോയിലും കോളിയസ് എങ്ങനെയാണ് ബുഷിയായിട്ട് വളർത്തുന്നതെന്നൊക്കെ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാമേ. അന്നേരം ഈ കോളിയസിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി വെറൈറ്റി കളേഴ്സ് ഉണ്ട്. കോളിയസ് എപ്പം വെച്ചാലും നമ്മുടെ സിങ്കോണിയം വെക്കുന്ന പോലെ തന്നെ നല്ല ബുഷിയായിട്ട് വെക്കുക. അതേപോലെ തന്നെ പല പല കളേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് ഒത്തിരി നല്ല രസം. അന്നേരം ഞാൻ എൻ്റെ പഴയ ഒരു വീഡിയോയിൽ ഞാൻ പല കൂട്ടുകാരോടും ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങളുടെ കയ്യിലൊക്കെ എത്ര കളർ വെറൈറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ ഓരോ കളേഴ്സ് വെറൈറ്റി നിങ്ങളുടെ കയ്യിലുള്ളത് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി അതിശയം തോന്നും കേട്ടോ. ചിലർ പറഞ്ഞിട്ടുണ്ട് 40 വെറൈറ്റി, 50 വെറൈറ്റി, അങ്ങനെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എത്ര വെറൈറ്റി കോളിയസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന്. അന്നേരം അത് ഒത്തിരി ഉണ്ട്. അതിൻ്റെ ആ ഇലകളുടെ പുള്ളി കളർ വരുന്നതുണ്ടല്ലോ, പല 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 കളേഴ്സ് വരും. അത് കാണാൻ ഒത്തിരി നല്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ബുഷിയായിട്ട് വളർത്താനും കുറച്ച് കെയർ ഉണ്ടെങ്കിൽ കുറച്ച് സൺലൈറ്റും, ഈ 2 കാര്യങ്ങളും മതി. വെള്ളവും സൺലൈറ്റും ഒക്കെ മാത്രം മതി നമുക്ക് ഈ കോളിയസ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കോളിയസിൻ്റെ സ്പെഷ്യൽ കെയർ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫെർട്ടിലൈസേഴ്സ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് കണ്ടോ നല്ലൊരു പിങ്കാണ്, പിങ്കും ഉണ്ട്, അതേപോലെ നല്ല ചുവന്ന ഇലകളും ഉണ്ട്. ഈ കോളിയസിൻ്റെ ഇതിൻ്റെ കളേഴ്സ് ഒത്തിരി നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി തോന്നുകയാണ്. ഒരുപാട് കളേഴ്സ് ഉള്ളവരുണ്ട്. ഇതിൻ്റെ കെയറും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. വളരെ ഈസി ആയിട്ട്, ഒരുപാട് വലിയ ഫെർട്ടിലൈസേഴ്സ്, ഹെവി ഫീഡറായിട്ടുള്ളൊരു പ്ലാന്റ് അല്ല നമ്മുടെ കോളിയസ്. വളരെ ലൈറ്റായിട്ട് ഇടയ്ക്കൊരു ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അത് എല്ലുപൊടിയോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല രീതിയിൽ വളർന്നു കിട്ടും. അത്രയേ ഉള്ളൂ നമ്മുടെ കോളിയസിൻ്റെ കാര്യം. ഒരുപാട് അതിൻ്റെ പുറകെ നടന്ന് കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല കോളിയസിന്. ഇത് കണ്ടോ, ഇത് സാധാരണ എല്ലാവരുടെയും കയ്യിലുള്ള കളേഴ്സാണ് ഇതൊക്കെ.
ഒത്തിരി കളേഴ്സ് നമുക്ക് അറേഞ്ച് ചെയ്ത് ഒരു ഏരിയ ഫുള്ള് ഫില്ലപ്പ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ കോളീസ്. അതേപോലെ തന്നെ നമ്മൾ മുറ്റത്ത് വെക്കുന്ന പോലെ തന്നെ നമുക്ക് വീടിൻ്റെ ഇൻഡോർ പ്ലാന്റിലും ഇൻഡോറായിട്ട് നമുക്ക് ഈ കോളീസ് വളർത്താൻ പറ്റും. ഇത് കോളീസ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. അതിൻ്റെ കമ്പൊടിച്ച് നമുക്ക് വെച്ച് കഴിഞ്ഞാലും, അതേപോലെ ഇതിൻ്റെ സീഡ്സ് ഉണ്ടല്ലോ, നമ്മൾ തുളസിയുടെ അരി പാകി കിളിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ കോളിയസിൻ്റെ അരിയും വിതറിക്കഴിഞ്ഞാൽ നിറയെ തൈകൾ അതിൻ്റെ ചുറ്റും കിളിച്ച് വരും. അങ്ങനെ 2 രീതിയിൽ നമുക്ക് കോളിയസ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഇത് കണ്ട് ഞാൻ ഈ ഒരു ചട്ടിക്കകത്ത് നമുക്ക് 2ഉം 3ഉം ഒക്കെ ഒരുമിച്ച് കമ്പ് മേളിൽ നിന്ന് വരുമ്പോൾ അത് ഒടിച്ച് താഴെ വെച്ച് കഴിഞ്ഞാൽ അത് ബ്രാഞ്ചസ് ആയിട്ട് വരും. അങ്ങനെ നമുക്ക് കോളിയസ് കുറേ ബുഷിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അത് ഒരു ടിപ്പാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. പിന്നെ ചെമ്പരത്തി, അതേപോലെ തന്നെ തുളസി, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ്. ഈ ചെമ്പരത്തി ആയാലും അതേപോലെ തുളസി ആയാലും ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ്. ഇപ്പോൾ ഒരു ചുമ വരിക, പനി വരിക, അതേപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ തുളസിയുടെ ഇലയിട്ട് നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അതേപോലെ ഗ്രീൻ ടീക്ക് പകരം നമുക്ക് വെള്ളം കുടിക്കാൻ നേരം അതിൻ്റെ അകത്ത് തുളസി ഇല ഇട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലൊരു എനർജിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ തുളസി, ചെമ്പരത്തി, അതേപോലെ തന്നെ അലോവേര, പിന്നെ വേറെ ഒട്ടും കെയറില്ലാതെ നമ്മൾ ചുമ്മാ മുറ്റത്ത് കിളിച്ച് വരുന്ന ചെടിയാണ് നമ്മുടെ വാടാമുല്ലയൊക്കെ. പക്ഷെങ്കിൽ അത് കാണാൻ ഒത്തിരി ഭംഗിയുമാണ്, പിന്നെ ഒട്ടും കെയർ വേണ്ട. എപ്പം നോക്കിയാലും വാടാമുല്ല എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഈ ഒരു വാടാമുല്ലയ്ക്ക് എന്താണ് പറയുന്നത്, വേറെ പേരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ അല്ലാതെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് വളരെ ഈസി ആയിട്ട് മുറ്റത്ത് വളർത്തുന്ന ചെടികളെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇംപേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അതും നമുക്ക് ഒരുപാട് കെയർ ഇല്ലാതെ നമ്മുടെ മുറ്റത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ്. ഇത് കമ്പ് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറുകൾ തന്നെയാണ്. ഇതിൻ്റെ പൂക്കൾക്ക് ഒത്തിരി വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ. വളരെ ചൈനീസ് ബോൾസം എന്നൊക്കെ പറയും ഇത്. അങ്ങനെ ഒരുപാട് പേരുകളും ഉണ്ട് ഇതിന്. വേറെ അതേപോലെ ശവനാറി എന്നൊരു പേരുണ്ട്. വേറെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ വേറെ കളേഴ്സ്, ഇതിൻ്റെ പല പല കളേഴ്സ് ഉണ്ട്. അതും നിങ്ങളുടെ കയ്യിലുള്ള കളറുകൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇനി ഇതൊക്കെയാണ്. പിന്നെ ഏത് ചെടിയും നല്ല ലഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് എയറേഷൻ, അതേപോലെ നല്ല ഡ്രെയിനേജ് വേണം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് നല്ലപോലെ വാർന്ന് പോകണം. അതേപോലെ ന്യൂട്രീഷൻ, റിച്ച് ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കണം ഓരോ ചെടിയുടെ അനുസരിച്ചും. അതേപോലെ തന്നെ നല്ല ഫെർട്ടിലൈസറും പിന്നെ ഇൻസെക്ടിസൈഡും. ഇത് നല്ല ഒരു ഇൻസെക്ടിസൈഡാണ്. അതായത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചോ അല്ലെങ്കിൽ ഇത് അരച്ച് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം അരിച്ചെടുത്ത് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഇൻസെക്ടിസൈഡാണ്. അതായത് ചെടികളെ, എസ്പെഷ്യലി റോസ്, ചെമ്പരത്തി, ഇതിനൊക്കെ ഉണ്ടാകുന്ന പെസ്റ്റ് അറ്റാക്കിൽ നിന്ന് നമ്മുടെ ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഇൻസെക്ടിസൈഡാണ് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല. ഈ ഇല ഉപയോഗിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. അതായത് ഒരുമാതിരിപ്പെട്ട ജീവികളിൽ നിന്നൊക്കെ നമ്മുടെ ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലത്, നമ്മൾ പോട്ടിംഗ് മിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ചാണകപ്പൊടി, എല്ലുപൊടി ഒക്കെ ചേർത്ത് നമ്മൾ അതിൻ്റെ പോട്ടിംഗ് മിക്സ് നല്ലതുപോലെ അത് നല്ലപോലെ വായുസഞ്ചാരം നല്ലപോലെ എയറേഷൻ നടക്കുന്ന തരത്തിലുള്ള പോട്ടിംഗ് മിക്സ് വേണം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ റൂട്ടിൻ്റെ ഗ്രോത്ത് നല്ലപോലെ സ്ട്രോങ് റൂട്ട്സ് ഡെവലപ്പ് ചെയ്യാൻ എയറേഷനുള്ള പോട്ടിംഗ് മിക്സ് സഹായിക്കുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെള്ളം ഒട്ടും കെട്ടി നിൽക്കാനിടയാകരുത്. ഒരു ചെടിയിലും, അതായത് ഒരു ചെടിയുടെ ചുവട്ടിലും വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാകരുത്. അങ്ങനെ നമ്മൾ വെള്ളം അഥവാ കെട്ടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയുടെ വേര് പഴുത്ത് ചെടി നശിച്ചു പോകും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല റിച്ചായിട്ടുള്ള ന്യൂട്രിയൻസും കൊടുക്കണം. ഇത് നമ്മുടെ തെറ്റിയുടെ ചെടിയാണ്. തെറ്റിയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒരു പ്ലാന്റാണ്. അതായത് അതിൻ്റെ പൂക്കളാണ് എപ്പോഴും അട്രാക്ഷൻ. നല്ല പട്ട് തെറ്റിയൊക്കെ ഉണ്ട്, അതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ
പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നല്ല നാടൻ തെറ്റിയുണ്ട്, അതേപോലെ തന്നെ ഡ്വാർഫ് വെറൈറ്റി ഉണ്ട്. ഒരുപാട് വെറൈറ്റി തെറ്റികളും ഇപ്പം വാങ്ങാനൊക്കെ കിട്ടും. കമ്പ് മുറിച്ച് വെച്ചാലും മതി, നമ്മുടെ തെറ്റി നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Till then, take care friends. Bye bye. See you next video.